തിരുവനന്തപുരം ചിറയൻകീഴിൽ 8 വയസ്സുകാരൻ പാമ്പുകടിയേറ്റ് മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സൂപ്രണ്ട് ഇന്ന് ഡിഎംഒയ്ക്ക് കൈമാറും. കുട്ടിക്ക് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ വെച്ച് മതിയായ ചികിത്സ ലഭിച്ചില്ല എന്ന് കഴിഞ്ഞ ദിവസം കുടുംബം ആരോപിച്ചിരുന്നു. വി അരുൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായൊരു ആരോപണമാണ് ആശുപത്രിക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. മതിയായ ചികിത്സ ലഭിച്ചില്ല, ഇത് പാമ്പുകടിയേറ്റതാണ് എന്നൊരു അറിയിപ്പ് ആശുപത്രിയുടെ ഭാഗത്ത് നിന്നും കുടുംബത്തിന് ലഭിച്ചില്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെയാണ് ഉണ്ടായത്. ഇന്നതിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? റിപ്പോർട്ട് കൈമാറിയേക്കും. എന്താണ് പിഴവ്, ആരുടെ ഭാഗത്താണ്, ഈ പാമ്പ് കടിച്ചു എന്ന കാര്യം ആശുപത്രി അധികൃതരെ അറിയിക്കാൻ ഏതെങ്കിലും തരത്തിൽ കുടുംബത്തിന് കഴിയാതെ പോയതാണോ, അല്ലെങ്കിൽ പാമ്പ് കടിയേറ്റിട്ടും ഏതാണ്ട് എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഇപ്പോൾ ഈ ആന്റിവെനം മരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആശുപത്രികൾ പെട്ടെന്ന് എത്തിച്ചാൽ ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഈ കുട്ടിയെ അങ്ങനെ രക്ഷിക്കാൻ കഴിയില്ല? അത് വീട്ടുകാരുടെ അവരുടെ അറിവുകേട് കൊണ്ടാണോ, അല്ലെങ്കിൽ അവർ ആ രീതിയിൽ ആശുപത്രിയിൽ അറിയിക്കാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ അവർ ആരോപിക്കുന്ന ആശുപത്രിക്കെതിരെയാണ് കൃത്യമായി പറഞ്ഞിട്ടും അവിടെ മതിയായ ചികിത്സ ലഭിച്ചില്ല എന്നുള്ളതാണ്. ഇന്ന് ഡിഎംഒ ഈ വിഷയത്തിൽ സൂപ്രണ്ട് ഡിഎംഒക്ക് റിപ്പോർട്ട് കൈമാറും. ആശുപത്രിയുടെ ഭാഗത്താണ് വീഴ്ചയെങ്കിൽ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചികിത്സാ പിഴവല്ല എന്നൊരു പ്രാഥമിക വിലയിരുത്തലും വിശദീകരണവുമാണ് ആശുപത്രി അധികൃതരും ആരോഗ്യവകുപ്പും നൽകുന്നത്. പാമ്പ് കടിയാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള അടയാളങ്ങളോ അല്ലെങ്കിൽ തെളിവുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കുട്ടിയുടെ അതിനുള്ള ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജിൽ റഫർ. എന്ത് അസുഖമെന്ന കാര്യത്തിൽ ആ സമയത്ത് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. കുട്ടിയെ പാമ്പ് കടിച്ചു എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തതെന്നാണ് ആശുപത്രി അധികൃതർ വിശദീകരിച്ചത്. പക്ഷേ ഇതിൽ ആശുപത്രി ഭാഗത്ത് വലിയ വീഴ്ചയുണ്ടെന്ന ആരോപണം ശക്തമാണ്. ഇന്നലെ തന്നെ വിവിധ യുവജന സംഘടനകൾ ആശുപത്രിയിലേക്ക്, താലൂക്ക് ആശുപത്രിയിൽ മാർച്ച് നടത്തിയിരുന്നു. ഇന്ന് സൂപ്രണ്ട് ഈ വിഷയത്തിൽ ഡിഎംഒക്ക് റിപ്പോർട്ട് നൽകും. അതിനുശേഷമാകും ആരോഗ്യവകുപ്പിന്റെ ഈ വിഷയത്തിലെ തീരുമാനവും നടപടിയും ഉണ്ടാവുക. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ കോടാലിയിൽ പാമ്പുകടിയേറ്റ് മരിച്ച 8 വയസ്സുകാരന്റെ വീട്ടിൽ നിന്ന് വീണ്ടും പാമ്പിനെ കണ്ടെത്തി. വീട്ടിലെ ശുചിമുറിയിൽ നിന്നാണ് വീണ്ടും പാമ്പിനെ കണ്ടെത്തിയത്. ഇതോടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ പാമ്പുകളുടെ എണ്ണം 5ആയി. ശുചിമുറിയുടെ തറയും പുറത്തേക്ക് വെള്ളം പോകുന്ന പൈപ്പും പൊളിച്ച് പരിശോധിച്ചു. കുട്ടിയെ കടിച്ച ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പുകളെ തന്നെയാണ് 4 തവണയും വീടിനുള്ളിൽ നിന്ന് കണ്ടെത്തിയത്. വീടിന് ചുറ്റും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തീയിട്ടിരുന്നു. ആൽജോയുടെ വീട്ടിൽ രണ്ടാമതും പാമ്പിനെ കണ്ടെത്തിയ സാഹചര്യത്തിലായിരുന്നു അത്. വീട്ടിൽ കൂടുതൽ പാമ്പിൻ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാലാണ് വീടിന് ചുറ്റും തീയിട്ടത്. 8 വയസ്സുകാരൻ ആൽജോ കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. ഗുരുതരാവസ്ഥയിലായിരുന്ന സഹോദരന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട്.